കൂട്ടുകാരെ, ഇന്ന് ഞാൻ പിന്നെയും ഹസ്കിൻസിലെത്തിയിരിക്കുവാണേ. ഇന്ന് എൻ്റെയും ചെടികളേക്കാൾ കൂടുതലായിട്ട് പച്ചക്കറികളാണ്. എല്ലാ വർഷവും അവിടെ നല്ല നല്ല പച്ചക്കറികളുടെ തൈകൾ കാണാറുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതോടൊപ്പം തന്നെ ഹസ്കിൻസിനെ കൂടുതൽ ഭംഗിയാക്കാനായിട്ട് ഹാങ്ങിങ് ബാസ്ക്കറ്റുകൾ വിത്ത് ഫുൾ ഓഫ് ഫ്ലവേഴ്സ് ഇതുണ്ട്. ഈ ഫ്ലവറിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ബിസിലിസി എന്നാണ്. രസമില്ല, അല്ലെങ്കിൽ ലിസി ബിസി, അങ്ങനെ എന്തൊരു പേരാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, എല്ലാ ചട്ടികളിലും നിറഞ്ഞു നിൽക്കുന്നു നമ്മുടെ ബിസിലിസി. അങ്ങനെ നമ്മൾ ചെല്ലുന്നത് നമ്മുടെ ഹസ്കിൻസിലേക്കാണ്. ഹസ്കിൻസിൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ഹാങ്ങിങ് ബാസ്ക്കറ്റ് അവരുടെ രണ്ട് സൈഡിലും ഇങ്ങനെ ഭംഗിയാക്കി. ഓക്കെ, ഇവിടെ നിന്നിങ്ങനെ നോക്കുമ്പോൾ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ സെയിം പാറ്റേണിലുള്ള ഹാങ്ങിങ് ബാസ്ക്കറ്റുകൾ അല്ലേ. ഇത് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ബോർഡ് കാണിച്ചു തരാം കേട്ടോ. ഹസ്കിൻസ് കുറേ ചെടികളൊക്കെ ഇരിപ്പുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മളിന്ന് പോകുന്നത് പച്ചക്കറിയിലേക്കാണ്. പച്ചക്കറിയുടെ അടുത്തേക്ക് പോകുമ്പോൾ കാണുന്ന പൂക്കൾ കണ്ടപ്പോൾ ഒന്ന് എടുക്കാനൊരാഗ്രഹം കേട്ടോ. അന്ന് വന്നതിനേക്കാളും കൂടുതൽ പൂക്കളും പുഷ്പങ്ങളും മുട്ടുകളും എല്ലാം ഉണ്ട്. അതിമനോഹരിയായി പൂത്തുലഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഹസ്കിൻസ്. എല്ലാ സെക്ഷനിലും സെക്ഷൻ ബൈ സെക്ഷനായിട്ട് ഓരോരോ ചെടികളിങ്ങനെ പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുവാണേ. ഇതൊരു സൈഡ് മാത്രമേ ഉള്ളൂ മക്കളെ, അപ്പുറത്തെ സൈഡ് ഇതിലും ഭയാനകമാണ്. കണ്ടോ, നിങ്ങളന്ന് കുറേ ഇതൊക്കെ കണ്ടതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ എടുക്കുന്നില്ല കേട്ടോ. ഞാൻ പോകുന്നത് പച്ചക്കറി ഉണ്ടോ എന്ന് നോക്കട്ടെ. സാധാരണ കാണാറുണ്ട്, ഉണ്ടെങ്കിൽ ഹാപ്പി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ പേരൊന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞത് തന്നെയാണോ നോക്കട്ടെ കേട്ടോ. കാണുന്നില്ലല്ലോ പേര്, വേറൊരു പേര് എഴുതിയിരിക്കുന്നത്. ഇതിന് ഇങ്ങനെ ഒരു പേരുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ. ടീനക്കുട്ടിക്കറിയാം. ടീന, എൻ്റെ പേര് ബിസിലിസി എന്നല്ലേ ടീന? പ്ലാന്റ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പച്ചക്കറിയിലേക്ക് വന്നിരിക്കുവാണേ. ഇവിടെ കൂടുതലായിട്ടുള്ളത് നമ്മുടെ സ്ട്രോബെറിയുടെ തൈകളാണ്. ഇത് 4 എണ്ണത്തിന് 10 പൗണ്ട്. 10 പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു 1100 രൂപയൊക്കെ വരുവേ 4 എണ്ണത്തിന്. ഇത് പല സൈസിലുള്ളതുണ്ട്. ഇതിനകത്ത് സ്ട്രോബെറി ദേ ഉണ്ടായി തുടങ്ങി ഓൾറെഡി. എന്താ, ചിലത് ദേ പൂവിട്ട് വരുന്നു, ചിലത് ചെറിയ തൈകൾ. ഇവിടെ ദേ കുറച്ച് ദേ ഉണ്ടായി കിടക്കുന്ന സ്ട്രോബെറീസ്. ഇനി വേറെ എന്തുള്ളത് നോക്കട്ടെ കേട്ടോ. കണ്ടിട്ട് പറിക്കാൻ തോന്നുന്നുണ്ടല്ലേ സ്ട്രോബെറി. നമുക്കൊരു സ്ട്രോബെറിയുടെ ഒരു തോട്ടമുണ്ട് അവിടെ. ഈ ആഴ്ച മുതൽ ഓപ്പണാണ്. നമുക്ക് അടുത്ത ആഴ്ച പോയിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റുമായിരിക്കും. പിന്നെ ഇത് റുബാബ് എന്ന് പറയും. നമ്മുടെ നാട്ടിലങ്ങനെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് ഒരുപാട് നമ്മുടെ ഹെൽത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. ഇത് സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കും ആൾക്കാർ. പിന്നെ ബ്ലൂബെറിയാണത്, ബ്ലൂബെറിയുടെ ചെടികളത്. ബ്ലൂബെറി എൻ്റെ ഫോട്ടോ കണ്ടോ? ബ്ലൂബെറി കുറേ ഉണ്ടല്ലേ. ഈ റുബാബിൻ്റെ ഈ തണ്ടുകളാണ് കേട്ടോ എടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഈ തണ്ടുകളാണ് റുബാബിൻ്റെ എടുക്കുന്നത്. ഇതെല്ലാം ബ്ലൂബെറി സെക്ഷനാണേ. കുറേ ഉണ്ടല്ലോ ബ്ലൂബെറി. വലിയ ബ്ലൂബെറി അത്. പ്രൈസ് അതിനകത്ത് എഴുതിയിട്ടില്ല. പിന്നെ ഇത് പിന്നെയും റുബാബാണെല്ലാം. ഈ സെക്ഷനിൽ പിന്നെയും സ്ട്രോബെറി തന്നെ, എല്ലാം സ്ട്രോബെറീസാണ്. ഇതുകൊണ്ട് സ്ട്രോബെറി നമുക്ക് വെക്കണമെങ്കിൽ ഇതുപോലെ വെക്കാം. അപ്പോൾ അത് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഇതിൻ്റെ തൈ വളർത്തിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും. അതിന് വേണ്ടിയിട്ടുള്ളൊരു പോട്ടാണത്. ആ പോട്ട് ഇതിനെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ എളുപ്പത്തിന് ഇതല്ല ഹാങ് ചെയ്തിട്ടേക്കണുണ്ടോ സ്ട്രോബെറി. പിന്നെയുള്ള പച്ചക്കറികൾ നമ്മുടെ സ്വന്തം തക്കാളി. തക്കാളി വലുതുമുണ്ട്. തക്കാളിയുടെ പടം കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണല്ലേ. അത് ഈ ഒരു പടം ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ചെടികൾ. ഇതൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവുമല്ലോ അല്ലേ, തക്കാളിയൊക്കെ. പിന്നെ ഇത് ചില്ലി. ഇത് പല രൂപത്തിലുള്ള ചില്ലീസ് ഉണ്ട്. ഒരു ദിവസം വന്ന ചേച്ചിക്ക് വാങ്ങിക്കണം 1-2 തൈ. ചില്ലി തന്നെ വെറൈറ്റികളാണിതെല്ലാം. ഇങ്ങോട്ട് നോക്കട്ടെ. ഇത് ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ട്, നമ്മുടെ വീട്ടിലുള്ളതാണത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബേ ലീവ്സാണത്.
പിന്നെ നല്ല എക്സ്പെൻസീവും ആണ്. ഇപ്പം എല്ലാ വീടുകളിലും അവർ വളർത്തുന്നുണ്ട്. കണ്ടോ, പിന്നെ മണമുണ്ട് ഇതിൻ്റെ ഇലയ്ക്ക്. അത് ഇങ്ങോട്ട് വരുമ്പം ഇത് സ്വീറ്റ് പൊട്ടറ്റോ നമ്മുടെ മധുരക്കിഴങ്ങ് തന്നെയാണ്. അതിൻ്റെ തന്നെ വേറൊരു കളറിൽ കണ്ടോ, ഒരു വയലറ്റ് പോലത്തെ സ്വീറ്റ് പൊട്ടറ്റോ. നമുക്ക് 2 വാങ്ങിക്കാം അല്ലേ. നാളെയോ ഈ ദിവസങ്ങളിൽ വന്ന് മേടിക്കണം 2. ഇതെല്ലാം സ്വീറ്റ് പൊട്ടറ്റോയാണ്. പിന്നെ ഇവിടെ ഇത് വേറൊരു സൈസ് സ്വീറ്റ് പെപ്പർ, നമ്മുടെ ഇതില്ലേ ക്യാപ്സിക്കം അല്ലേ, ഇതാണ് ഈ കാണുന്നത്. ഇത് പിന്നെ നമ്മുടെ ഇതിന് കോർജറ്റ് എന്ന് പറയും. ഇത് നമുക്ക് മോരുകറിയൊക്കെ വെക്കാം കേട്ടോ. അങ്ങനത്തെ ഒരു തൈയാണത്. നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ളതിന് മുമ്പ്. ഇതെല്ലാം മുളക് തൈകളാണ്. നമ്മുടെ നാട്ടിലിങ്ങനെ തൈകളൊക്കെ വാങ്ങിക്കാൻ കിട്ടുമോ, അതോ വിത്തുകളായിരിക്കും അല്ലേ കിട്ടുന്ന കൂടുതൽ? നമ്മുടെ ഗ്രീൻ പീസ് ഇല്ലേ, അതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഫോട്ടോ വരുന്നത്. നമ്മളത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലെടുക്കണം. അതിൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയാണേ. അതിൻ്റെ തന്നെ 2-3 വെറൈറ്റി ഉണ്ട് ഇവിടെ. ഇതെന്താണെന്നറിയോ, നമ്മുടെ നാട്ടിലൊക്കെ വളരുന്നതല്ലേ ഇത്. നമ്മുടെ വേറെന്താ, സ്വീറ്റ് കോൺ. നമ്മുടെ വീട്ടിൽ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇതിന് മുൻപ്. എനിക്കൊരു നാട്ടിലൊക്കെ അത് പല സ്ഥലങ്ങളിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ ഇത് നോക്കി, സ്പ്രിംഗ് ഒനിയൻ. പിന്നെ ഇത് റാഡിഷ്. ഇല്ലാത്ത പച്ചക്കറികളില്ല. ഇതൊക്കെ ഏതൊക്കെയോ ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ള പച്ചക്കറികളാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രീൻ പീസിൻ്റെ സെക്ഷനായത്. ഇത് കുക്കുംബറിൻ്റെ ചെടി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. കുക്കുംബർ ഇതൊരു നനയ്ക്കുവായിപ്പോൾ, നനവിൻ്റെ സമയമാണ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കോർജറ്റെന്ന് നമ്മൾ മോരുകറിയൊക്കെ വയ്ക്കുന്നത്, അതാണത്. നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് തന്നെ. ഇത് കുറച്ചും കൂടി പാകമായിട്ടുണ്ട്, കുറച്ചും കൂടി വളർന്നിട്ടുണ്ടത്. ഇവിടെ എല്ലാം ഇങ്ങനെ സാലഡിലിടുന്ന പലതരത്തിലുള്ള ഹെർബ്സാണിത് മൊത്തം, ഓരോ പേരിൽ അറിയപ്പെടുന്നത്. ഇംഗ്ലീഷുകാരൊക്കെ ഒരുപാട് ഹെർബ്സ് ഉപയോഗിക്കുമല്ലോ, അതാണത് മൊത്തം. ഇത് നമ്മുടെ റോസ്മേരിയാണത്. ഇത് ലാവൻഡറാണ്. അതിൻ്റെ സെക്ഷനിൽ വന്നിരിക്കുക ലാവൻഡർ. ഇതും വേറെ എന്തൊക്കെയോ തരത്തിലുള്ള ചെടികളാണ്. ഇടയ്ക്ക് അവിടെ കൊറിയാന്തർ വെച്ചിട്ടുണ്ട്. എന്തോ പൂവുള്ളതാണത്. അത് ഹെർബ് തന്നെയാണ്, പക്ഷേ ഇത് പൂ വരുന്നത്. ഇതും ആ സെയിം തന്നെ. എന്തൊക്കെ തരത്തിലുള്ളതല്ലേ. അവരവിടെ നനയ്ക്കുന്ന കാരണം നമുക്ക് അത്ര എടുക്കാൻ പറ്റുള്ളൂ. കുറേ ഉണ്ട് അവിടെ. പിന്നെ നമ്മുടെ ഇത് കൊറിയാന്തർ വന്നേക്കണമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായ കളേക്കാൾ കുറച്ചും കൂടി പൊങ്ങി വന്നിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ നാട്ടിലെ തിരുഹൃദയ ചെടി പല ആകൃതിയിലല്ലേ, എന്ത് രസം കാണാനായിട്ട്. തത്തപ്പച്ചയുടെ അരികത്ത് ഇങ്ങനെ ചുമന്ന ഇതെല്ലാം ആ ഒരു സെക്ഷനിൽ പെട്ടതാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതല്ലേ, ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് വേറൊരു വെറൈറ്റി ഇവിടെ. ഇത് അതിൻ്റെ കടും മെറൂൺ. പിന്നെന്തോരാ അതിൻ്റെ തന്നെ. ഇതെല്ലാം ഇലച്ചെടികളാണേ, കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം എനിക്കൊന്ന് ആ ഒരു സെക്ഷനിൽ പെട്ടത് തന്നെയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? വെയിലായതുകൊണ്ടേ എനിക്ക് അറിയില്ല അത് ക്ലിയർ ആണോന്നറിയില്ല. അതിനകത്തൊരു ചേച്ചി നിൽക്കണതൊക്കെ. എൻ്റെ കളേഴ്സ് ഭയങ്കര അട്രാക്റ്റീവാണ് അല്ലേ. നമ്മൾ പിന്നെയും ചെടികളുടെ ഭാഗത്തേക്ക് വന്നു കേട്ടോ. ഒക്കെ ചെടികളാണ്, പിന്നെ ഇഷ്ടം പോലെ ചെടികൾ. നമ്മുടെ ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റുന്ന ഓരോ ഫൗണ്ടൈനാണ് അത്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ. വലിയ വലിയ വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ കാണുന്നില്ലേ, ആ വെള്ളം ഇങ്ങനെ ചീറ്റുമ്പോഴൊരു ഭംഗിയല്ലേ. നൈറ്റിലാവുമ്പോൾ അതിനകത്ത് ലൈറ്റും ഉണ്ടേ, ഓരോ സൈസിൽ. ഇവിടെ വേറൊരു സെക്ഷൻ
ഇതിൻ്റെ അടുത്ത് നിന്ന് ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലെന്തോ ഒരു സുഖം. വേറൊരു ഒക്കെ നമ്മുടെ വീടുകളിലുള്ളതാട്ടോ. എന്നാലും ഞാനത് കണ്ടപ്പം ഒന്നെടുത്തെന്ന് മാത്രം. നമ്മുടെ വീടുകളിലല്ല, നാട്ടിൽ. എന്തൊരു വലിയ സ്ഥലമല്ലേ ഇത്. ഓരോരോ ജീവികളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് വെള്ളമൊക്കെ. ഇനി നമുക്ക് കുറച്ച് ജീവികളെ കാണാം കേട്ടോ. അത് നോക്കിയേ എന്തൊക്കെയാണ് ഇതിനകത്തുള്ള. പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, പലതരത്തിലുള്ള പട്ടികൾ, ഇതൊക്കെ താറാവുകൾ, എല്ലാ ഷേപ്പുള്ളതുണ്ട്. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുക. ഈ ഒരു അടികീറ് കിടക്കണമൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നല്ലേ. തത്തക്കുട്ടികൾ, കോഴിക്കുട്ടന്മാർ, വലിയ കോഴികൾ, കൊച്ചു കൊച്ചു പക്ഷികൾ, മുയൽ, എന്ത് ഭംഗിയായിട്ടല്ല എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുറുക്കന്മാർ, പിക്സ്, പൂച്ചകൾ, താറാവ് കുട്ടികൾ. ചേടാ ഇവിടെ ഉണ്ട് വേറെ സെക്ഷനിലേക്ക് ഉണ്ടാവും കേട്ടോ. ഇവിടെ ആൾക്കാർ പണി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയപ്പോൾ നമ്മുടെ ലാവണ്ടറിൻ്റെ ഫീൽഡ് ഇവർ വിൽക്കാൻ വെച്ചിരിക്കുന്ന പൂക്കളാണത്. മൊത്തം പൂക്കളായി കഴിഞ്ഞു. ഒന്നെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല വാസനയുണ്ട് ഇവിടെ വരുമ്പോൾ. പൂക്കൾ നിങ്ങൾ കണ്ടു മടുത്തോ? എന്നൊക്കെ ഇത് പോപ്പിയാണിതേ. പോപ്പി എന്നാണ് പറയുന്നത്. എത്ര കളേഴ്സ് അല്ലേ. വെള്ള, മഞ്ഞ, ഓറഞ്ച്. ആ മഞ്ഞയുടെ ഭംഗി നോക്കിയേ. എപ്പോഴും ഒരു മഞ്ഞളൊരു അട്രാക്ഷനാണ്. ലൂപ്പിൻ എന്ന് പറഞ്ഞാൽ ഇത് ഇന്നലെ ഞാൻ അവിടെ ടീനയുടെ വീട്ടിൽ ചെന്നപ്പോൾ ടീനയുടെ വീട്ടിൽ നട്ടിട്ടുണ്ടത്. ഇതിൻ്റെ ഒരു ഇത് നോക്കിയേ. വെള്ള, നീല, വെള്ള, നീല. പാവാടി ബ്ലൗസ് ഇട്ടേക്കണ പോലെ. അതിൻ്റെ പോപ്പിയുടെ വേറെ കുറച്ചുകൂടി വെറൈറ്റികൾ. സെയിം കളേഴ്സ് തന്നെയാണ്, പക്ഷെ കാണാൻ നല്ല ക്യൂട്ടാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് ഈ വെള്ളിലത്താളി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായില്ലേ, അതുപോലെ തോന്നുന്നത്. നോക്കിയേ, തോന്നണ്ടോ നിങ്ങൾക്ക്? ഇത് നമ്മൾ നേരത്തെ കാണിച്ചതാണ്. ഈ നീലയുടെ ഭംഗി നോക്കിയേ. പിന്നെയും പോപ്പികൾ. പോപ്പിക്കുട്ടന്മാരെ. ഈ ഒരു ചെടി ഇന്നാൾ ഞാൻ കാണിച്ചായിരുന്നേ, പക്ഷേ ഈ കളർ ഇല്ലായിരുന്നു അന്ന് വന്നപ്പം. ഇതിൻ്റെ കളർ കണ്ടോ, എന്തൊരു ക്യൂട്ടല്ലേ ഈ കളേഴ്സ് കാണാനായിട്ട്. നമ്മളന്ന് വന്നപ്പോൾ കണ്ട കളറ് കാണിച്ചു തരാം കേട്ടോ. ഇതായിരുന്നു, ഈ ചുമപ്പായിരുന്നു അന്ന് കണ്ടത്. ഇന്ന് അതിൻ്റെ വേറെ കളേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ലാവണ്ടർ ഫീൽഡ് കാണാം. പൂക്കൾ എടുക്കണ്ടെന്ന് വിചാരിച്ച് വന്നതാണ്, പക്ഷേ എന്നെ അട്രാക്റ്റ് ചെയ്യുക ഈ പൂവിൻ്റെ ഭംഗിയുണ്ടോ. ഇതിങ്ങനെ നമ്മൾ ഡ്രോയിങ്ങിലൊക്കെ നമ്മൾ പണ്ട് പൂ വരച്ചിട്ടില്ലേ, അതുപോലെ തോന്നുന്നുണ്ടല്ലേ. അതിൻ്റെ തന്നെ റോസ്, അതിൻ്റെ തന്നെ വെള്ള, അതിൻ്റെ തന്നെ വേറൊരു കളറ്. ഇത് ക്രിസാന്താന്ന് തോന്നുന്നു. ക്രിസാന്തം പേരിനകത്തില്ല. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഹൈഡ്രാഞ്ചിയാണിത്. ഉണ്ടോ ഈ കളേഴ്സൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അല്ലേ. ഇനി ഹൈഡ്രാഞ്ചിയ കാണുമ്പോൾ നമ്മുടെ ചേഞ്ചിങ് റോസ് എന്ന് പറഞ്ഞൊരു ചെടി ഉണ്ടായില്ലേ പണ്ട്, അതിപ്പോൾ ഉണ്ടോ നമ്മുടെ ഏതെങ്കിലും വീടുകളുണ്ടോ? അതുപോലെ തോന്നും കേട്ടോ. ഇത് ഹൈഡ്രാഞ്ചിയുടെ നീലയുണ്ട്, റോസുണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട് ഇവിടെ. നമ്മുടെ വീട്ടിലുണ്ട് ഹൈഡ്രാഞ്ചിയ. ഈ ഒരു നീല കളറുണ്ടോ, അതിൻ്റെ ചുമപ്പുണ്ട്. ഞാൻ റോസിൻ്റെ സെക്ഷൻ എടുക്കണ്ടെന്ന് വിചാരിച്ചതാട്ടോ, പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര വാസന. എന്നെ അങ്ങ് അടുപ്പിക്കുക, വന്ന് എടുക്കെന്ന് പറഞ്ഞിട്ട്. ഉണ്ടായിരിക്കുന്ന മുട്ടുകൾ നോക്കിയ റോസിൻ്റെ നിറയെ ഒരു സെക്ഷൻ നിറയെ അതാണ്. ഇങ്ങോട്ടേക്കൊന്ന് തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂവുണ്ടായിട്ടുണ്ട് ഓൾറെഡി. മഞ്ഞ, ഒരു പീച്ച്, അവിടെ ഒരു ചുമപ്പ്, ഇവിടെ ഒരു വെള്ള, ഇവിടെ പിന്നെയും വെള്ള. ഇതിൻ്റെ ഭംഗിയൊക്കെ മഞ്ഞ, ഇവിടെ പിന്നെയും മഞ്ഞ, ഇവിടെ റോസ്. ഇതെല്ലാം ഉണ്ടായി നിൽക്കുക. ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വർഷം തന്നെ ഇതെല്ലാം വിടരും. നല്ല എക്സ്പെൻസീവാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ അടുത്ത സെക്ഷനിൽ എവിടെ കൊണ്ടാവും കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ടായി നിൽക്കുക റോസ് കണ്ടോ. ഇതിൻ്റെ ഒരു വലിപ്പം കണ്ടോ ഈ റോസിൻ്റെ. ഞാൻ വിചാരിച്ചു റോസിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. അപ്പോഴാണത് ഇവിടെ ഇപ്പോൾ കണ്ടതല്ല, ഇനി കാണാൻ പോകുന്നതാണ് പൂരം. അതൊക്കെ
എല്ലാം ഇവിടെ വാങ്ങിക്കാൻ നമുക്ക് റെഡി ടു ബൈ ആണത്. ഇത് ടീ റോസാണത്, ട്രീ റോസ്. ഇങ്ങനെ ട്രീ പോലെ വന്നിട്ടാണ് റോസ് ഉണ്ടാവുന്നത്. ഇത് ഇങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. അവിടെ പിന്നെയും റോസ്. ഇതൊക്കെ നിറയെ റോസ്. റോസിൻ്റെ സെക്ഷനാണേ. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടാവുന്ന ആ റോസ് കളറില്ലേ, റോസല്ല ചുമന്ന കളറില്ലേ, ആ ഒരു വെറൈറ്റി. ഇതൊക്കെ ഇത്രയൊക്കെ പോലെ നമ്മുടെ വീട്ടിലുണ്ടാവാറുള്ളത്. അതിൻ്റെ ഒരു വെള്ളയും. ലവ് യുടാ. അതുകൊണ്ട് തന്നെ മഞ്ഞ നോക്കിയേ. ഒരു ചേച്ചി എടുത്തുകൊണ്ട് പോവാം. വേണ്ട റോസ്. ക്യൂട്ടാണോ മക്കളെ. അവിടെ നിന്ന് ഞാനിങ്ങോട്ട് പോരാന്ന് വിചാരിച്ചപ്പോഴേ ഒരു ഇംഗ്ലീഷ് ചേച്ചി പറയുവാണേ ഇവിടെ വന്നെടുക്കാൻ. ഇപ്പം ഞാൻ എടുക്കുന്നത് ഇതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. ഇതിന് ഉണ്ടായിരിക്കണം പൂക്കൾ നോക്കിയേ. ഇത് നോക്കിയേ. നമ്മുടെ മാലയിൽ മുത്തുകൾ കോർക്കണ പോലെ പെറ്റൂണിയയും പിന്നെ വേറെ എന്തൊക്കെയോ ചെടികളൊക്കെ ചേർന്ന് ഇതിങ്ങനെ ഒരു കോക്ടെയിൽ രൂപത്തിലുണ്ടാക്കി വെച്ചിരിക്കുക. പെറ്റൂണിയുടെ ഭംഗി നോക്കിയേ. ചിത്രം വരച്ച് വെച്ചിരിക്കുന്ന പോലെ. നമ്മുടെ മുക്കുറ്റിപ്പൂ പോലെ ഉണ്ടല്ലേ. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത അല്ലേ, ഒരു പാട്ടില്ലേ. നമ്മുടെ കനകാമര പോലെ തോന്നണല്ലേ ഇത് കാണുമ്പം. ഒന്നും കൂടി തിരിക്കട്ടെ കേട്ടോ. ഓക്കെ, ഇതാണ് ഡാലിയയുടെ സെക്ഷനത്. ഈ കളർ നോക്കിയ ഡാലിയയുടെ. ഞാൻ ഇതും കൂടി എടുത്തിട്ട് മിക്കവാറും ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഒരുപാട് പേരുണ്ട്. ഇവർ പൂക്കളൊക്കെ വന്നിരിക്കുവാണേ. അപ്പം ഇവർ ഇറക്കുന്ന സമയമാണ്. ഇതൊരു ഭംഗിയാണോ കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായി കാണും അല്ലേ? ഇഷ്ടമായെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ചേച്ചി പോവാണ് കേട്ടോ. ബൈ മക്കളെ. ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റ്സ് ആണത്. അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും എന്ത് രസമായിട്ട് അവർ വെച്ചിരിക്കണമെന്ന് നോക്കിയാൽ കുറേ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കാണിക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇതിങ്ങനെ നല്ല ചെറിയ കുഞ്ഞു ചട്ടിയിലാക്കിയിട്ട് നമ്മുടെ വീട്ടിനകത്ത് വെക്കാൻ പറ്റുന്ന പാകത്തിനാക്കി വെച്ചിരിക്കുവാണ് എല്ലാവരും. നമ്മുടെ നാട്ടിലെ പന്നൽ ചെടിയാണല്ലേ ഇത്. എനിക്ക് കിട്ടാലേ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വളരുന്നതാണത്. അതുപോലെ മണി പ്ലാന്റ്, ഉണ്ട് ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ള ഇലച്ചെടികളാണ് മൊത്തം. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇവർ എഴുതിയിട്ടുണ്ട് ഇവിടെ ഇൻഡോറിന്. പിന്നെ അതിനിവിടെ വേറെ കുറേ പന്നൽ ചെടികൾ. പന്നൽ ചെടിയാണ്. ഓക്കെ, നമ്മുടെ നാട്ടിലെ ചേമ്പുതണ്ട് പോലത്തെ കുറേ കാര്യങ്ങൾ. നമ്മുടെ ഈ ചതാവേലി പോലത്തെ അല്ലേ കുറേ. ഇത് ഇൻഡോർ ആണെങ്കിലും വളരെ ക്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ. അതെ, നമ്മുടെ ആന്തൂറിയാണിത്. ഒരു സൈസ് പിങ്കിഷ്, റെഡിഷ്, വൈറ്റിഷ് ഇങ്ങനെ വരും ഇത്. അതിൻ്റെ ഇപ്പുറത്ത് വേറെ എന്തൊക്കെയോ തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റുകൾ. ഈ കളറിന് ഒട്ടും ഭംഗിയില്ല അല്ലേ? നിന്നെ കാണാൻ എന്തു ഭംഗി. ജമന്തിപ്പൂക്കൾ, ജനുവരിയുടെ മുടി നിറയെ സുഗന്ധിപ്പൂക്കൾ, സുഗന്ധിപ്പൂക്കൾ, സുഗന്ധിപ്പൂക്കൾ. ഓക്കെ, പേരറിയില്ല. അതാണ് എൻ്റെ പേര്. അത്ര ഫെമിലിയർ അല്ല കേട്ടോ. കണ്ടിട്ടുണ്ട്, നമ്മുടെ വീട്ടിലില്ല. പിന്നെ ഇത് ഈ കാക്ടസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? കാക്ടസ് രൂപത്തിലുള്ളത് എല്ലാം നമ്മുടെ അകത്ത് വയ്ക്കുന്നതാണ്. നമ്മുടെ തലയിലൊക്കെ പറ്റുന്ന ആ ചെടി, കള്ളിമുൾ ചെടികൾ, അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലുള്ള ഒരുപാട് ചെടികൾ. മക്കളെ ഇഷ്ടമായോ? ഒരു ഓർക്കിഡിൻ്റെ ഒരു ഭാഗഭേദം കാണിക്കാം കേട്ടോ. കുഞ്ഞു ഓർക്കിഡാണേ. ഏതൊക്കെ കളറാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളൂ.
ഞാൻ ആസ്കിൻസിൽ നിന്ന് ഇറങ്ങി വന്നു കേട്ടോ. ഇവിടെ ഫ്രണ്ടിൽ ഒരു റോസും വെള്ളയും ഒരു ചുമപ്പും 3 തരത്തിലുള്ള ചെടികൾ നേരത്തെ കണ്ടതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇറങ്ങട്ടെ എന്നാൽ ഈ ബാക്കി എപ്പിസോഡിൽ കൊണ്ടുവരാം അടുത്ത പൂക്കളും കായ്കളും പുഷ്പങ്ങളും ഖനികളും എല്ലാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.